നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. ജെഇമെയിൻ 2024 ആദ്യ സെഷൻ ജനുവരി 24 മുതൽ ഫെബ്രുവരി 1 തീയതി വരെയാണ്. ഇന്ന് നവംബർ 1 തീയതി മുതൽ നവംബർ 30 വരെയാണ് ആദ്യ സെഷന് വേണ്ടി ഓൺലൈൻ അപേക്ഷിക്കേണ്ട സമയം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA.ac.in എന്ന വെബ്സൈറ്റിൽ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ്റെയും സിലബസിൻ്റെയും പുതിയ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നു. എന്താണ് സിലബസിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെന്ന് നമുക്ക് നോക്കാം. ജെഇമെയിൻ 2024 പുതിയ സിലബസ് അനുസരിച്ചായിരിക്കും നടക്കുന്നത്. സിലബസ് NCERTയുടെ ഏറ്റവും പുതിയ എഡിഷൻ പ്രകാരമുള്ള സിലബസാണ് ജെഇമെയിൻ 2024ലും NDA ഇപ്പോൾ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. കെമിസ്ട്രിയിലാണ് ഏറ്റവും അധികം മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കെമിസ്ട്രിയിൽ നിന്ന് ഒഴിവാക്കിയ ചാപ്റ്ററുകൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, ഹൈഡ്രജൻ, എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്, എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി, ഇത്രയും ഫസ്റ്റ് ഇയർ ചാപ്റ്ററുകളിൽ നിന്ന് തന്നെ ഒഴിവാക്കിയിരിക്കുന്നു. സെക്കൻഡ് ഇയറിൽ കെമിസ്ട്രിയിൽ നിന്ന് ഒഴിവാക്കിയത് സോളിഡ് സ്റ്റേറ്റ്, അതുപോലെ സർഫസ് കെമിസ്ട്രി, എക്സ്ട്രാക്ഷൻ ഓഫ് എലമെൻറ്റ്സ്, പോളിമേഴ്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ്, ഈ ചാപ്റ്ററുകൾ ഒഴിവാക്കിയിട്ടാണ് ജെഇമെയിൻ 2024ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത്. ഫിസിക്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് ഒഴിവാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട ചാപ്റ്റർ. അതുപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് നോക്കുകയാണെങ്കിൽ ട്രാൻസിസ്റ്റർ എന്ന ചാപ്റ്ററും അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മാത്തമാറ്റിക്സിനകത്ത് വന്നിരിക്കുന്നത് മാത്തമാറ്റിക്കൽ റീസണിങ്, അതുപോലെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററുകളാണ് ഒഴിവാക്കി ജെഇമെയിൻ 2024ൻ്റെ സിലബസ് ഇപ്പോൾ പരിഷ്കരിച്ചിരിക്കുന്നത്. ഈ സിലബസ് അനുസരിച്ചായിരിക്കും 2024 ജനുവരി 24 ആദ്യ സെഷനും ഏപ്രിൽ 1 രണ്ടാമത്തെ സെഷനും പരീക്ഷകൾ നടക്കുക. jemain.nta.ac.in എന്ന വെബ്സൈറ്റ് വഴി ആദ്യ സെഷനുള്ള ആപ്ലിക്കേഷനാണ് നവംബർ 1 മുതൽ 30 തീയതി വരെ നടക്കുന്നത്. ജെഇമെയിൻ ആദ്യ സെഷനിൽ ജനുവരി 24 മുതൽ തുടങ്ങുന്ന സെഷനകത്ത് പേപ്പർ 1 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ പേപ്പർ 2A ആർക്കിടെക്ചറിൻ്റെ പരീക്ഷ, പേപ്പർ 2B പ്ലാനിങ്ങിൻ്റെ പരീക്ഷ, 3 എക്സാമും ഉണ്ടാവും. അതിനായിട്ട് അപേക്ഷകൾ കൊടുക്കാനുള്ള സമയമാണ് 30 തീയതി വരെ. അതിൻ്റെ ഹോൾ ടിക്കറ്റ് ഏതാണ്ട് 3 ദിവസം മുമ്പാണ് പബ്ലിഷ് ചെയ്യുന്നത്. ജനുവരി 24 തുടങ്ങുന്നത്, ഏതാണ്ട് 21 കൂടി ആയിരിക്കും അഡ്മിറ്റ് കാർഡുകൾ കുട്ടികൾക്ക് ലഭ്യമാകുക. അഡ്മിറ്റ് കാർഡുകൾ ലഭ്യമാകുമ്പോൾ മാത്രമേ ഈ 24 മുതൽ 1 തീയതി വരെ ഉള്ളതിനകത്ത് ഏത് ദിവസമാണ് ഓരോ കുട്ടിയുടെയും പരീക്ഷ, അതുപോലെ തന്നെ രാവിലെയും ഉച്ച കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് ഉണ്ട്, ഇതിൽ ഏത് ഷിഫ്റ്റിലായിരിക്കും എക്സാം എന്നുള്ളത് അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ആദ്യത്തെ നമുക്കറിയാം, ജെഇമെയിൻ ആദ്യത്തെ റിസൾട്ട് പേഴ്സൻറ്റേജ് സ്കോറാണ് നമുക്ക് ലഭിക്കുന്നത്. 2 പരീക്ഷയും കൂടെ നടന്നു കഴിഞ്ഞിട്ട് ഏറ്റവും ഉയർന്ന പേഴ്സൻറ്റേജ് സ്കോർ അനുസരിച്ചാണ് ഏപ്രിൽ അവസാനം ഓൾ ഇന്ത്യ റാങ്ക് പബ്ലിഷ് ചെയ്യുന്നത്. എന്നാൽ ആദ്യ സെഷൻ്റെ പേഴ്സൻറ്റേജ് സ്കോറ് നമുക്ക് ഫെബ്രുവരി 12 തീയതി jemain.nta.ac.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്യും. ഇതിനുശേഷം രണ്ടാമത്തെ സെഷനുള്ള ആപ്ലിക്കേഷൻ ഇതേ വെബ്സൈറ്റിൽ ആരംഭിക്കും. 2 സെഷനും എഴുതുന്ന കുട്ടികൾ ഈ ആദ്യ സെഷൻ്റെ ആപ്ലിക്കേഷൻ അനുസരിച്ച് തന്നെ ആയിരിക്കണം രണ്ടാമത്തെ സെഷനും അപേക്ഷിക്കേണ്ടത്. ആദ്യ സെഷൻ എഴുതാത്ത കുട്ടികൾക്ക് രണ്ടാമത്തെ സെഷൻ മാത്രമായിട്ടും വേണമെങ്കിൽ അപേക്ഷകൾ കൊടുക്കുവാനും സാധിക്കും. jemain.nta.nic.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നവംബർ 1 മുതൽ 30 തീയതി വരെ ഓൺലൈനായി അപേക്ഷകൾ കൊടുക്കേണ്ടത്. ഡീറ്റെയിൽ ആയിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻസിൻ്റെ ഡീറ്റെയിൽസ് ബ്രില്യൻ യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.